ഇന്ന് നമ്മൾ കാണിക്കുന്നത് ലാങ്കിയുടെ ചെടിയാണ്. ഇതിൻ്റെ പേര് ലാങ്കി എന്നൊക്കെ പറയും. നല്ല സ്മെല്ലാണ് ഇതിന്. ഇതൊരു വൈകുന്നേരങ്ങളിൽ ഇത് വിരിയുക കണ്ടോ, യെല്ലോ കളറാണ് ഈ പൂക്കൾ മണം വരുന്നത്. ഇതാണ് പുതിയതായിട്ട് വിരിയുന്ന പൂവ്. ഇത് നല്ല സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഇതിനടുത്ത് വന്നാൽ നമുക്ക് അത്ര നല്ല മണമാണ്. യെല്ലോ കളറിൽ എപ്പോഴും പൂവുണ്ടാവട്ടെ ഈ ചെടിയുമേ. ഇത് ഹൈബ്രിഡ് തൈയാണ്. ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ 5 വർഷമായിട്ടുണ്ട്. ഇത് ഇത്രയും ഹൈറ്റ് വന്നിട്ടുണ്ട് ഇതിന് നല്ല വളർച്ചയുണ്ട് കേട്ടോ. ഇത് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അവിടെ വേണമെന്നില്ല. ഇപ്പോൾ രാവിലത്തെ വെയിലോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ വെയിലോ കിട്ടുന്ന ഒരു അവസ്ഥയിൽ കുഴിച്ചിട്ടാലും മതി. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ മാവും പ്ലാവും അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇത് എപ്പോഴും പൂവുണ്ടാവും. നമ്മൾ വാങ്ങിച്ചു വെക്കുമ്പോൾ അന്നേ പൂവുണ്ട്. മുട്ടിട്ടുള്ള തൈയാണ് നമുക്ക് തന്നിട്ടുള്ളത്. 200 രൂപയായിട്ടുണ്ട് അന്ന്. നമ്മൾ വയ്ക്കുമ്പോൾ സാധാരണ നമ്മൾ ചെടികൾ വെക്കണ പോലെ ഇത്തിരി ചാണകപ്പൊടിയും എല്ലും പൊടി പിന്നെ വേപ്പും പിണ്ണാക്ക് അതിട്ടിട്ട് നമ്മൾ കുഴിച്ചിട്ടു. പിന്നെ ഇതിൻ്റെ പ്രത്യേകത കണ്ടിട്ടുള്ളതേ, ഇതിന് കീടാക്രമണം ഇല്ല. അപ്പം നമ്മൾ സാധാരണ എന്തെങ്കിലും ചെടി ഉണ്ടെങ്കിൽ ഇല ചുരുളല് അല്ലെങ്കിൽ എന്തെങ്കിലും ഇല ചെയ്യുക, മഴക്കാലത്ത് ഇല ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും പുഴു അരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. ഇത് പക്ഷെ ഇതിന് ഒറ്റ കേടും ഞാൻ ഇതുവരെ ഈ ഒരു ചെടിക്ക് വേണ്ടിയിട്ട് മരുന്നടിക്കേണ്ടത് ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ഇടയ്ക്ക് പ്രൂൺ ചെയ്യുക. ഇടയ്ക്കെന്ന് വെച്ചാൽ നല്ലോണം ഇങ്ങനെ കമ്പ് പോകുമ്പോൾ നമ്മൾ സൈഡിലേക്ക് ഒന്ന് ചെറുതായിട്ട് വെട്ടി ഒതുക്കും. ഇതിങ്ങനെ പഴുത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തിൽ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഏതെങ്കിലും വീടുകളിലൊക്കെ ലാങ്കി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇലയൊക്കെ വീണ് കിടക്കും താഴ്ത്ത്. അപ്പോൾ നമ്മളതൊക്കെ പറക്കി ബോക്സിലിടും, അല്ലെങ്കിൽ ചോദിക്കും. അപ്പോൾ ചേച്ചിമാർ പൊട്ടിച്ച് തരും. അപ്പോൾ അത് ബോക്സിലിട്ട് നമ്മൾ സ്കൂളിൽ കൊണ്ടിട്ട് ഏത് നേരം അതെടുത്ത് മണപ്പിക്കലാണ് നമ്മുടെ മെയിൻ പണി. ചെമ്പകം ലാങ്കിയൊക്കെ. അപ്പോൾ അതൊരു നല്ല ഓർമ്മയാണ് ഈ ലാങ്കി കാണുമ്പോൾ എപ്പോഴും. അപ്പോൾ അതിനാണ് അന്വേഷിച്ചിട്ട് പോലെ ഒരു തൈ ഹൈബ്രിഡ് സംഘടിപ്പിച്ച് നമ്മൾ വീട്ടിൽ കുഴിച്ചിട്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ എപ്പോഴും ലാങ്കി കാണുമ്പോൾ നമുക്ക് പഴയ ഒരു ഓർമ്മയിലേക്ക് കടന്നു പോകും. വലിയ ലാങ്കി ഉണ്ട് കേട്ടോ. നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഈ കിളി അതിൻ്റെയൊക്കെ പഴം തിന്നിട്ട് മുളയ്ക്കുന്ന ലാങ്കി ഉണ്ട്. അത് നല്ല ഉയരം പോവും. ആ ചെടി നല്ല ഹൈറ്റ് പോവും. നമുക്ക് പൂ കിട്ടാനൊക്കെ പാടാണ്. പിന്നെ ഇപ്പം ആരും അങ്ങനെ വലിയ ചെടിയൊന്നും ഇപ്പം അധികം പറമ്പുകളിലൊന്നും കാണാനില്ല. എന്നാലും വളരെ റയറായിട്ട്. പിന്നെ അത് പൂവിടാനും ഒരു 10 വർഷമൊക്കെ എടുക്കും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എപ്പോഴും പൂവുണ്ടാവും. നല്ല മണം വിരിയുന്ന സമയത്ത് നല്ല മണമാണ് ഇതിന്. കീടാക്രമണം കുറവാണ്. അപ്പോൾ നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് മനോഹരമാക്കാൻ നമുക്കും ഒരു തൈ വാങ്ങിച്ചു വെച്ചാൽ നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്